68-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം, ദൈവം എഴുന്നേൽക്കുന്നു. ദൈവം എഴുന്നേൽക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയും ഞാൻ ഇത് തന്നെ വിളിച്ചു പറഞ്ഞു, ദൈവം എഴുന്നേറ്റാൽ നിന്നെ ദൈവം വിടുവിക്കും. കർത്താവിന്റെ ദാസൻ ബിജു പ്രാർത്ഥിച്ചു, ബിന്നിസസിനെ ആക്സിഡന്റിൽ നിന്ന് വിടുവിച്ച കാര്യം നിങ്ങൾക്ക് കേൾക്കണോ? റോഡിൽ കൂടി നടന്നു പോയ തന്നെയാണ് നിയന്ത്രണം വിട്ടു വന്ന ബൈക്ക് ഇടിച്ചത്. ഇടിച്ച് തെറിച്ച് താൻ തറയിൽ വീണു. അവിടുന്ന് അവൻ തെറിച്ച് അടുത്ത സ്ഥലത്ത് പോയി വീണു. തലയോട്ടി പൊട്ടി, തലച്ചോറ് പല ഭാഗങ്ങളായി ചിതറി. പക്ഷെ തന്നെ ദൈവം എഴുന്നേൽപ്പിച്ചു. തന്നെ തിരിച്ചു വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു പദമുണ്ട്, ദൈവം എഴുന്നേറ്റു വാസ്റ്റേ. ഈ പുൽപ്പിറ്റിൽ നിന്ന് ചില ദൂതുകൾ വിളിച്ചു പറയുമ്പോ അത് വെറുതെയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ അവൻ വിടുവിക്കാൻ കഴിയാൻ അവൻ നീണ്ടുവരാത്ത കരങ്ങൾക്ക് നടുവിൽ നിങ്ങളെ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്ത് ഈ പകൽ ഇതിന് നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ ശക്തി വ്യാപരിക്കും. അവർ ഒരുമിച്ച് പറ, എന്റെ കൂടാരത്തിനകത്ത് എന്റെ തലമുറയുടെ ജീവിതത്തിൽ എന്റെ ദൈവം എഴുന്നേക്കും. ഇത് എപ്പോഴാ പറയുന്നത്? പെട്ടകം പുറപ്പെടുന്ന കൊണ്ടുവന്ന് കൂടാരമടിച്ചെടുത്ത് പെട്ടകം കൊണ്ടുവന്ന് വെച്ചിട്ട് ദാമേൻ മോശ പ്രാർത്ഥിക്കും, യഹോവേ എഴുന്നേൽക്കണമേ. സ്തോത്രം. ഈ പ്രാർത്ഥന അഭിനാദാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ നിന്ന് പെട്ടകം കൊണ്ടുവന്നു. നിങ്ങൾക്കറിയാം, ഹൊഫ്നിയും ഫിനഹാസും നിമിത്തം നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ പെട്ടകം, ആമേൻ, ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വെച്ച ദൈവത്തിന്റെ പെട്ടകം ദാവീദ് രാജാവായപ്പോൾ ദാവീദിന്റെ ഉള്ളിലൊരു കുറ്റബോധം. പെട്ടകം ആമേൻ ശത്രുവിന്റെ സ്ഥലത്തിരിക്കുന്നു. അവര് പ്രശ്നം വെച്ച് നോക്കി, പെട്ടകം തിരിച്ചു വിട്ടു. ആമേൻ മേലെ ജോഷുവയുടെ കളത്തിനടുത്തെത്തിയപ്പോ കാള വിരണ്ടു. വിരണ്ട കാള ആമേൻ വിരണ്ട നിമിത്തം അവര് പെട്ടകമെടുത്തൊരു കുന്നിന്മേൽ വെച്ചു, ഒരു കല്ലിന്മേൽ വെച്ചു. കൊണ്ടുവന്ന പശുവിനെ വെട്ടിക്കീറി യാഗം കഴിച്ചു. എന്നിട്ട് ആ പെട്ടകമെടുത്ത് കുന്നിന്റെ മുകളിലുള്ള അഭിനാദാവിന്റെ വീട്ടിൽ കൊണ്ടുപോയി ആ പെട്ടകം വെച്ചു. നോക്കുക, 20 വർഷം ആ പെട്ടകം അഭിനാദാവിന്റെ വീട്ടിലിരുന്നു. അവിടുന്ന് ദാവീദിന് മനസ്സിലായി, ഈ പെട്ടകം ഇങ്ങനെ ഇരുന്നാ പറ്റില്ല. 20 വർഷം ഇരുന്ന പെട്ടകം ദാവീദും കൂട്ടരും ചെന്ന് അവിടുന്ന് തപ്പും ചെണ്ടയും മേളവും വാദ്യവുമൊക്കെ ആയിട്ട് മറ്റൊരു വണ്ടിക്കകത്ത് കയറ്റി അഭിനാദാവിന്റെ വീട്ടിൽ നിന്നും അവൻ കൊട്ടാരത്തിന് തൊട്ടടുത്തടിച്ച കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്ന വഴി ഉസ വണ്ടി തെളിച്ചു. ബൈബിൾ പറയുന്നു, ദൈവശക്തി ആ സാന്നിധ്യത്തിൽ ഇറങ്ങി. കാള വിരണ്ടു, ഉസ കയറി പിടിച്ചു. ആമേൻ. അഭിനാദാവിന്റെ മകൻ ഉസ ഛേദിക്കപ്പെട്ടു. ഭയപ്പെട്ടു പോയ ദാവീദ് പെട്ടകത്തെ തൊടാൻ പേടിയായി. ഇത് കൊല്ലുന്ന പെട്ടകം. ആമേൻ. 20 വർഷം പെട്ടകം വീട്ടിൽ ഇരുന്നിട്ടും ഒരു ദാക്ഷിണ്യം കൂടാതെ പെട്ടകത്തെ തൊട്ടവനെ ഭസ്മമാക്കിയ പെട്ടകം. ഇതെനിക്ക് വേണ്ട. ആമേൻ. ആ കുലത്തിൽ ഏറ്റവും പാപപ്പെട്ടവനായ, ഏറ്റവും ദരിദ്രനായ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ 4 കുറ്റിയും അതിൽ വലിച്ചു കെട്ടിയ ഒരു കൊച്ചു ടെന്റും മറച്ചെടുത്ത ഒരു കൊച്ചു കൂടാരമുള്ള ഒരു ദരിദ്രൻ അവിടെയുണ്ട്. അവന്റെ പേര് ഓബേദെദോം. അവന്റെ വീട്ടിൽ കൊണ്ടുപോയി പെട്ടകം കയറ്റി വെച്ചു. അവൻ ആദ്യം പെട്ടകം ദാഗോന്റെ ക്ഷേത്രത്തിൽ നിന്നും ആമൻ അഭിനാദാവിന്റെ വീട്ടിൽ നിന്നും 20 വർഷങ്ങൾക്ക് ശേഷം പെട്ടകം ഇതാ ഓബേദെദോമിന്റെ വീട്ടിൽ വന്നു. ആ പെട്ടകം 3 മാസം അവിടെ ഇരുന്നു. വിശുദ്ധ ബൈബിൾ പറയുന്നു, ആ പെട്ടകം നിമിത്തം അവനെയും അവന്റെ കുടുംബത്തെയും ഐശ്വര്യമായി ദൈവം അനുഗ്രഹിച്ചു.
ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ദൈവമക്കളെ, ഇത് വെറും പെട്ടിയായി കാണുന്നവന് കാലാകാലം ഇതൊരു പെട്ടിയായി അവിടെ ഇരിക്കുമ്പോ ഇത് പെട്ടിയല്ല, ഈ പെട്ടകത്തിനകത്തൊരു ദൈവം വസിക്കുന്നു എന്ന് തിരിച്ചറിവുള്ള അവൻ ഓബേദിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ഈ ദൈവം ഇറങ്ങി വന്നു. ഇന്ന് ഈ ദൈവത്തെ സാധാരണഗതിയിൽ സേവിക്കാം, ഈ ദൈവത്തെ അസാധാരണമായ രീതിയിലും സേവിക്കാം. സാധാരണ രീതിയിൽ സേവിക്കുന്നവന് ഈ ദൈവ സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ എൻ്റെ ദൈവം അസാധാരണമായ ഒരു ദൈവമാണ്. ഈ ദൈവത്തെ പോലൊരു ദൈവമില്ല. ഈ ദൈവം സർവശക്തനാണ്. അവന് മുമ്പിൽ നിൽക്കാൻ ഒരു ദൈവത്തെയും കഴിയത്തില്ല. ഈ ദൈവം അവൻ അത്ഭുതമാണ് എന്ന് വിശ്വസിക്കുന്നവന് വേണ്ടി ഈ ദൈവം അസാധാരണ പ്രവൃത്തി ചെയ്യും. ഓബേദ് അത് കണ്ടു. ഓബേദിനെ ദൈവം അനുഗ്രഹിച്ചു. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ, ദാവീദ് ഇത് പലതവണ പറഞ്ഞിട്ടുണ്ട്. ദാവീദ് അറിഞ്ഞു പെട്ടകം നിമിത്തം ഓബേദിനെ ദൈവം അനുഗ്രഹിച്ചു. ഒരു ഹല്ലേലൂയ പറ. അവൻ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി കൈ കൊടുത്തു പറ, ഈ ദൈവം നിമിത്തം നീ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഈ ദൈവത്തെ സേവിക്കുന്നത് നിമിത്തം നീ അനുഗ്രഹിക്കപ്പെടും. ഓ പ്രൈസ് ദി ലോർഡ്. ചുരുക്കി പറഞ്ഞാൽ ആമേൻ, സ്തോത്രം, കൊട്ടാരം മാറുമോ എന്നൊരു ഭയം ദാവീദിനുണ്ടായി. കൊട്ടാരം മാറുമോ എന്നൊരു ഭയം. 3 മാസങ്ങൾ കൊണ്ട് കുടില് കൊട്ടാരമായി മാറി. ദാവീദിനൊരു ആശങ്ക, ഇങ്ങനെ പോയാൽ യെരുശലേമിലെ സിയോൻ കോട്ട എന്ന് പറയുന്ന ഈ മഹാനഗരം ഓബേദിന്റെ വീടായി മാറും. അന്വേഷിച്ചു എന്താണ് ഇവനെ അനുഗ്രഹിക്കപ്പെടാനുള്ള കാര്യം. കണ്ടെത്തി, പെട്ടകം നിമിത്തം. സ്വത്രം, പെട്ടകം നിമിത്തം. സ്തോത്രം, പെട്ടകം നിമിത്തം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഇന്ന് കർത്താവിനദാസൻ വിനിലിന് ദൈവം കൊടുത്ത 3 വീട് ഇവിടെ പ്രാർത്ഥിച്ച് ഈ ഡിസ്പ്ലേയിൽ ഇട്ടപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുന്നു. ആ കുടുംബത്തെ ആദ്യമായി ചെന്ന് കാണുന്നതും യേശുവിനെ കുറിച്ച് പറയുന്നതും വാടക വീട്ടിലാണ്. ആമേൻ. അഗതിയെ കുപ്പയിൽ നിന്നുയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ഒരു ദൈവത്തിന്റെ പെട്ടകമാണ് ഈ പെട്ടകം. നേരോടെ നടക്കുന്നവന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത ഒരു ദൈവത്തിന്റെ കൃപയുണ്ട് കേട്ടോ. ദൈവത്തെയും ദൈവദാസന്മാരെയും ദൈവം തരുന്ന നന്മയിലും ദൈവത്തെ മാനിക്കുന്നവനെ മാനിക്കുമെന്നുള്ള ഉറപ്പ് ദൈവം ചെയ്യുമ്പോൾ എൻ്റെ ജനമത് മറന്നു പോകരുത്. പെട്ടകം നിമിത്തം ഒരു അനുഗ്രഹമുണ്ട്. പെട്ടകം നിമിത്തം ഒരു അനുഗ്രഹമുണ്ട്. ദാവീദ് ഈ പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് കൂടാരമടിച്ചിട്ട് കൂടാരത്തിൽ ആ പെട്ടകം കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോ ദാവീദ് പാടിയ സങ്കീർത്തനമാണ് ഏത്? 68 സങ്കീർത്തനം. ദാവീദ് പറഞ്ഞു, യഹോവേ എന്ത് ചെയ്യണമേ? എഴുന്നേൽക്കണമേ. അങ്ങനെ ദാവീദ് പാടി എന്നുള്ളതിന്റെ 1-2 സൂചനകൾ ഞാൻ നിങ്ങൾക്ക് തരാം. 68 സങ്കീർത്തനം ഒന്നെടുത്തേ, അതിന്റെ 24-25 വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അതിന്റെ ഒരു ചെറിയ സൂചന ആ സങ്കീർത്തനത്തിനകത്തുണ്ട്. ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ട്, ദൈവമേ അവൻ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു. എന്റെ ദൈവവും എന്റെ രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. അടുത്ത 25 വാക്യം, സംഗീതക്കാർ മുമ്പിൽ നടന്നു. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. നിങ്ങൾ ഒന്ന് ആത്മാവിൽ ഒന്ന് കണ്ടേ ആ കാഴ്ച. ദൈവത്തിന്റെ പെട്ടകവും ദൈവ സാന്നിധ്യത്തെയും എങ്ങനെയാ ഇവർ സ്വീകരിച്ചത് എന്നൊന്ന് കണ്ടേ. സംഗീതക്കാർ മുമ്പിൽ, വീണക്കാർ പിമ്പിൽ, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. സ്വതന്ത്രം പറഞ്ഞേ, ഈ വാക്യം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ ദൈവത്തിന് പാട്ടും ഇഷ്ടമാ, എൻ്റെ ദൈവത്തിന് കൊട്ടും ഇഷ്ടമാ, എൻ്റെ ദൈവത്തിന് നൃത്തവും ഇഷ്ടമാ. ഒരു സ്വതന്ത്രം പറഞ്ഞേ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഇടക്കെങ്കിലും ഓർക്കുന്നൊരു കാര്യമുണ്ട്, ഈ വേദപുസ്തകം വായിച്ചവരൊന്നും ഇങ്ങനെയുള്ള വാക്യം വായിച്ചിട്ടില്ലേ? ആമൻ, സ്തോത്ര. കടലിൽ നിന്ന് കയറി വന്ന ഘോരമൃഗം നിൽക്കുന്ന പോലെ കയ്യും അനങ്ങത്തില്ല, കാലും അനങ്ങത്തില്ല. ആമൻ ആമൻ മയിൽക്കുട്ടി അടിക്കുന്ന പോലെ ആമൻ കൈവീശും കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിയണം. നമുക്കത് വേണ്ട കേട്ടോ. നമ്മുടെ ദൈവം ആരാധന സ്വീകരിക്കുന്നവനാ. അവന് കൊട്ടും പാട്ടുമൊക്കെ ഇഷ്ടമാ, തപ്പുകൊറ്റുന്നത് ഇഷ്ടമാ, വീണ വായിക്കുന്നത് ഇഷ്ടമാ, നൃത്തം ചെയ്യുന്നത് ഇഷ്ടമാ. ഹല്ലേലൂയ.
ആമേൻ, സ്തോത്രം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പണ്ട് ഇതേ വാക്യം മറ്റൊരിടത്ത് പ്രസംഗിച്ചപ്പോൾ പ്രസംഗാനന്തരം ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്റർ പറഞ്ഞത് സത്യമാണ് കേട്ടോ, ദാവീദ് സംഗീതക്കാരെയും വീണക്കാരെയും തപ്പുകൊട്ടുന്നവരെയും നൃത്തം ചെയ്യുന്നവരെയൊക്കെ കൊണ്ടുവന്നു. എടോ, അത് പഴയ നിയമത്തിലല്ലേ? ചോദ്യം കൊള്ളാം. ഏതാണ്? പഴയ നിയമത്തിലല്ലേ? അപ്പൊ പഴയ നിയമത്തിലല്ലേ അവരിതൊക്കെ ചെയ്തത്? പുതിയ നിയമത്തിൽ ഇതിന് വാക്യമുണ്ടോ? ഞാൻ പറഞ്ഞു വാക്യമില്ല, അനുഭവം പറയാം. ദാവീദിന് വേണ്ടി രക്തം ചൊരിയാത്ത കർത്താവിന്റെ മുമ്പിൽ ദാവീദ് നൃത്തം ചെയ്തെങ്കിൽ, എനിക്ക് വേണ്ടി രക്തം തന്ന എന്റെ കർത്താവിന്റെ മുമ്പിൽ ദാവീദ് ചെയ്തതിലോ അധികം ഞാൻ ചെയ്യും. ദൂത മനസ്സിലായവർ ദൈവത്തെ ആരാധിക്ക്. ദാവീദ് നൃത്തം ചെയ്തത്, ദാവീദ് തപ്പുമീട്ടിയത്, ദാവീദ് വീണക്കാരെ വരുത്തിയത്, ദാവീദ് കന്യകമാരെ കൊണ്ട് കൈയടിച്ച് പാടിച്ചത് രക്തം കൊടുത്തിട്ടല്ല. പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ രക്തം ഊറ്റി തന്നവനാ, എനിക്ക് വേണ്ടി നിത്യത ഒരുക്കിയവനാ, എനിക്ക് വേണ്ടി മാർപീഠം പിളർന്നവനാ, എനിക്ക് വേണ്ടി ജീവന് തന്നവനാ. ആമേൻ. സ്വതന്ത്രം 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 സ്വതന്ത്രം. നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടിയോ? ദാവീദിന് വേണ്ടി ഇതൊന്നും കൊടുക്കാഞ്ഞിട്ടും ദാവീദ് തുള്ളിച്ചാടി ആരാധിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ആരാധിക്കാതിരിക്കും? നമുക്ക് വേണ്ടിയല്ലേ അവൻ ജീവനെ തന്നത്, അല്ലേ? സന്തോഷമുണ്ടോ ദൈവമക്കളെ? കരം വീശി നല്ലൊരു ഹല്ലേലൂയ പറയുന്നേ. അതുകൊണ്ടാ പണ്ട് കെ എബ്രഹാം ഒരു പാട്ടുപാടി, ഇനി എങ്ങനെ മിണ്ടാതിരിക്കും, സ്തോത്രമെങ്ങനെ പറയാതിരിക്കും. ഓർക്കുന്നുണ്ടോ? ഇനി എങ്ങനെ ഇതുപോലെ ഇതുപോലെ സ്തോത്രമെങ്ങനെ ഒന്ന് പറഞ്ഞേ. ഇനി എങ്ങനെ മിണ്ടാതിരിക്കും, സ്തോത്രമെങ്ങനെ എങ്ങനെ മിണ്ടാതിരിക്കും? സ്തോത്രം എങ്ങനെ സ്തോത്രം പറയാതിരിക്കും? എങ്ങനെ ചാടാതിരിക്കും? എങ്ങനെ കൈയടിക്കാതിരിക്കും? ദാവീദ് ഇതൊക്കെ ചെയ്തു. ദാവീദിന് വേണ്ടി ജീവൻ കൊടുത്തില്ല, പക്ഷെ എനിക്ക് വേണ്ടി ജീവൻ തന്നതാ. ഹല്ലേലൂയ. പോര കുഞ്ഞുങ്ങളെ, കരമടിച്ച് കർത്താവിന് നന്ദി പറ. ആമേൻ. ദൈവത്തിനും നന്ദി പറ. ഈ ദൈവം എഴുന്നേറ്റ് അത്ഭുതം ചെയ്യണമെന്ന് ദാവീദ് ആഗ്രഹിക്കുന്നു. സ്വോത്രം 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 സ്വോത്രം. ഞാനൊരു ദൂതം നിങ്ങളോട് പറയാം, നിങ്ങൾ പറ്റുമെങ്കിൽ പിടിച്ചോ. പള്ളിത്തോട് മുതൽ ഈ ഫോട്ടോ വെച്ച് വരെ ഒരു ഭയങ്കര ചലനം ഉണ്ടാകാൻ പോവുക. യെസ്, ജനം ഓടിക്കേറാൻ പോകുക, ജനം ഓടിക്കേറാൻ പോകുക. ഈ സത്യദൈവത്തെ ആരാധിക്കാൻ ഈ പട്ടണത്തിന്റെ നടുവില് എന്റെ ദൈവം എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ ആരാധനാലയത്തിലേക്ക് ഓടി വരുന്ന ചില കാഴ്ചകൾ എന്റെ ദൈവം ചെയ്യാൻ പോകുകയോ. ശബന രഗം ധലാന ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുമക്കളോട് ചിലരോട് പ്രവചിക്കാൻ പറയുന്നു. ജിത്തു മോനെ, നീ എഴുന്നേറ്റ് നിന്ന്. നിന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ റൂട്ട് ദൈവം മാറ്റാൻ പോകുക, നിന്റെ നിലവാരം ദൈവം മാറ്റാൻ പോകുക. മോനെ, ഒന്നിങ്ങ് ഓടി വന്ന് ഓടി വന്ന് ഓടി വന്നേ, നീ മുന്നിലേക്ക് വന്ന്. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്നെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഇന്ന് പകൽ വേർതിരിക്കാൻ പോകുക. നിന്റെ മേൽ ഒരു നിയോഗ എന്റെ ദൈവം ഇടാൻ വേണ്ടി പോകുക. പരിശുദ്ധാത്മാ പറയുന്നു, അവൻ ചിലതിന്റെ നടുവിൽ ഒരു ശുശ്രൂഷകനായി ഈ പകൽ ഒരഭിഷേകത്തിന്റെ നിറമായി ദൈവം നിന്റെ മേൽ ഒരാത്മ പകർച്ച ദൈവം ഈ പകൽ പകരുകയാ. പ്രാപിച്ചോ? പ്രാപിച്ചോ? ദൈവദാസന്മാരെ, ഈ കുഞ്ഞുങ്ങളുടെ കൈവച്ചോ. ഈ മക്കളിൽ ചിലര് ദൈവത്തിന്റെ ശക്തമായ ഒരു ദൈവിക അഭിഷേകത്തിന്റെ നിറവിലേക്ക് എന്റെ ദൈവം കൊണ്ടുവരാൻ പോകുക. ഇല്ല, ശത്രുവിനുള്ളതല്ല, പിശാചിനുള്ളതല്ല, പൈശാചിക മണ്ഡലങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ല. നമ്മുടെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങി. ഓ ഓ ഓ ഓ ഓ എല്ലാവരും പ്രാർത്ഥിച്ചോ കേട്ടോ. ഞാൻ ഒരിക്കൽ കൂടി ആത്മാവി പ്രവചിച്ചു പറയുന്നു, ഇതിനകത്തുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന കുഞ്ഞുങ്ങളായി. ആമേൻ ആമേൻ ആമേൻ. മയക്കമരുന്നിനും കഞ്ചാവിനും വെറിക്കൂത്തിനും കിട്ടാത്ത കുഞ്ഞുങ്ങളായി ദൈവം അവരെ വേർതിരിക്കാൻ പോകുകയോ.
സ്തോത്രം. ഒരു നിറവോടെ നിന്നോ. 2 ദിവസം മുമ്പ് ഞാൻ വേഗത്തിൽ പറയുക, വാട്ടർ ടാങ്ക്, കണ്ണമല്ലി വാട്ടർ ടാങ്കിൻ്റെ അവിടെ ഒരു വീട്ടിൽ കയറി. 28 വയസ്സുള്ള ചെറുപ്പക്കാരൻ 16 വയസ്സ് കഴിഞ്ഞ കൊച്ചിനെയും കൊണ്ട് വിളിച്ചോണ്ട് വീട്ടിൽ കയറി വന്നേക്കുക. 2 പേരും മയക്കുമരുന്ന് വിൽക്കുന്ന കണ്ണികളിൽ പ്രധാനി. അവർ വീട്ടിൽ കണ്ട് അയ്യം വെച്ചിരിക്കുക. പെൺകുട്ടിന് 17 വയസ്സായിട്ടില്ല. ഇന്നലെ രാവിലെ ഞാൻ ആ വീട്ടിൽ കയറി. അവർ പറഞ്ഞതേ അപ്പുറത്തെ മുറി കൊണ്ടൊന്നിരുത്തിയിട്ടുണ്ട് കൊച്ചിയിലെ നമ്പർ 1 വിൽപ്പനക്കാരി. അവർ പറഞ്ഞൊരു സത്യം നിങ്ങൾക്ക് കേൾക്കണ്ടേ? കേട്ടോ ബ്രദർ, എന്താ പറയുന്നേ? ഈ ഫോട്ടോ വെച്ച് മുതൽ അന്ധകാനഴി വരെയുള്ള കുഞ്ഞുങ്ങളിൽ 5ാം സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ ഞങ്ങളുടെ വിൽപ്പനയിലുണ്ടെന്ന്. നൂറുകണക്കിന് കുഞ്ഞുങ്ങളാ ഞങ്ങളുടെ ഹോൾസെയിൽ ബിസിനസ്സിനകത്തുള്ളത്. ഈ 16കാര് പറയുക, നിങ്ങൾക്കൊന്നും അതിൻ്റെ അകത്തൊന്ന് വിടുവിക്കാൻ കഴിയത്തില്ല. ഇതിന്റെ ഉറവിടം എവിടെയാന്ന് നിങ്ങൾ തലകുത്തി നിന്നാൽ നിങ്ങൾക്ക് പറ്റില്ല. ഈ കൊച്ചു പറയുക, വാവിട്ട് കരഞ്ഞു. നിങ്ങൾ അറിയണം, ഞങ്ങൾ ഇതുപോലുള്ള ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. വിളിയോട് വിളിയാണ്. ഇനി ഒറ്റ വാക്ക് പറയാം. കഴിഞ്ഞ ദിവസം ഒരു അപ്പൻ എന്നെ വിളിച്ചിട്ട് പറയുക, കുപ്പിക്കകത്ത് മുഴുവൻ എന്നാ സാധനം, കുരുമുളക് അല്ലേ, കുരുമുളക് സ്പ്രേ ഞാൻ കലക്കി വെച്ചേക്കുക. എന്തിനാന്ന് ഭാഷക്കറിയോ? എന്റെ 2 മക്കളുടെ കണ്ണിലടിക്കാൻ. ആയുധം കൊണ്ടാ വരുന്നേ. ഇത് കിട്ടാതെ വരുമ്പോൾ എന്നെയും എന്റെ ഭാര്യയെയും കയറി പിടിക്കും. തകരിയ ഭാഷേ. പക്ഷെ അവസാനം പറഞ്ഞു കേട്ടോ, കൈ കിടന്ന് വളർത്തിയ കുഞ്ഞ സ്പ്രേ അടിക്കുക. ഞാൻ കുരുമുളക് കൊല്ലാൻ വരുമ്പോൾ അടിച്ചു കൊടുക്കും. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഞങ്ങളുടെ പള്ളിക്കാർക്ക് ഞങ്ങൾ വിടിവിക്കാൻ ഒക്കത്തില്ല. പോലീസ് അധികാരികളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അവർ പറയുന്നു ഞങ്ങൾക്ക് ഒക്കില്ല. പക്ഷെ നിങ്ങൾക്ക് പറ്റുമെന്ന് ഞങ്ങൾക്കറിയാം. ഏക പ്രതീക്ഷ പ്രാർത്ഥിക്കുന്നവരുടെ, ഞാൻ വളരെ ചങ്ക് പൊട്ടിയാ പറയുന്നേ, പ്രാർത്ഥിക്കുന്ന നമ്മുടെ മേലാണ് അവർക്ക് ഒരു വിശ്വാസമുള്ളത്. ഈ പകൽ എത്ര പേര് ഇതിനകത്ത് ചുമ്മാ കൈയടിച്ചു പോകാനല്ല ഞാൻ ഗൗരവത്തോടെ പറയുക. കൈവിട്ടുപോയ ഒരു കേസ, കൈവിട്ടുപോയ ഒരു കാലഘട്ടമാ ഈ ഫോർട്ട് കൊച്ചിയുടെ തെരുവിൽ, ഈ കൊച്ചി പട്ടണത്തിൽ എന്നെയും നിങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, മോനെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഉറവിടം ഒന്ന് കാണിച്ചു തരാമോ? അവള് പറഞ്ഞു, പറ്റില്ല പാസ്റ്റേ. ഇല്ല, നിങ്ങൾക്കൊന്നും പറ്റില്ല. കാരണം അത്ര ശൃംഖലയാ. നിങ്ങൾക്കൊന്നും എടുക്കാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. നിങ്ങൾ 1-2 പേരെ പിടിക്കും, പക്ഷെ അതിനെ തുടർന്ന് 1000കണക്കിനാ. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ ഫോട്ടോ വെച്ച് ഈ സ്കൂളിലുണ്ടോ? ഫോട്ടോ വെച്ചിയോ? പാസ്റ്റർ, ഇവിടുത്തെ 5ാം സ്റ്റാൻഡേർഡ് കഴിഞ്ഞ എല്ലാ സ്കൂളുകളിലും ഞങ്ങളുടെ വിൽപ്പനയുടെ ഹോൾസെയിൽ കച്ചവടം നടത്തുന്നുണ്ട്. നിങ്ങൾ പറ, ഈ കൊച്ചിയിലാണ് നമ്മൾ താമസിക്കുന്നേ. ഈ രക്തത്തിന്റെ വില നമ്മോട് ചോദിക്കില്ലേ? നമ്മൾ പകരം കൊടുക്കണ്ടേ? ആര് പ്രാർത്ഥിക്കും? എനിക്ക് മനസ്സിലായി, ഇനി ഒരു നിസ്സാര കളി കളിച്ചിട്ട് കാര്യമില്ല. ഇതിനെ ജയിക്കണമെങ്കിൽ ഒരു അഭിഷേകം വേണം. നിസ്സാര ഒരു പാട്ടും പ്രാർത്ഥനയും കൊണ്ട് നമുക്കിതിനെ ജയിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ തലമുറയെ പിടിപ്പിച്ച് പുറത്തു കൊണ്ടുവരാൻ കർത്താവിന്റെ മേൽ പകർന്ന ഒരഭിഷേകം ഈ ആലയത്തിന്റെ അകത്ത് എന്റെ ദൈവം പകർന്നേ പറ്റൂ. ബദ്ധന്മാരെ വിടുവിപ്പാൻ, കുരുട്ടുകണ്ണുകൾ തുറക്കാൻ, പീഡിതരെ വിടുവിക്കാൻ യഹോവയുടെ ആത്മാവ് എന്റെ മേൽ വന്നിരിക്കുന്നു. ഓ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, വാട്ടർ ടാങ്കിന്റെ അവിടെ ഒരു മനുഷ്യൻ അടുക്കുന്നില്ല. ആമേൻ. ഞാൻ ആ വീട്ടിൽ ചെന്നു.
നിക്ക്, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. കണ്ണടച്ചു. ഐസ് വലങ്ങ് നിന്നു. കത്തോലിക്കരാ അവര് പറയാ, പിന്നെ എങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു? ഞാൻ പറയും, ഇതാ അഭിഷേകം. നീ കാല് വെക്കുന്നിടത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. നീ ഒരു ഭവനത്തിൽ ചെന്ന് കാല് വെച്ചാൽ, നീ ഒരു വീട്ടിൽ ചെന്നൊരു കാല് വെച്ചാൽ, ഒരു യൗവനക്കാരന്റെ തോളിൽ കൈയിട്ടാൽ, അവന്റെ മേലൊന്ന് തലേ കൈ വെച്ചാൽ, അവനെ ഒന്ന് കോർത്തു പിടിച്ചാൽ, ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. ഈ പട്ടണത്തിൽ ചിലതിനെ നേടാൻ, ഈ പട്ടണത്തിൽ ചിലതിനെ വിടുവിച്ചെടുക്കാൻ, ചിലതിനെ പുറത്തുകൊണ്ടുവരാൻ. സ്തോത്രം. ഇന്ന് ആരാധന കഴിഞ്ഞ് ഇവിടുത്തെ യൗവനക്കാർക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് ഞങ്ങളൊരു മീറ്റിംഗ് വെച്ചു. പെട്ടെന്ന് വെച്ചതാ. എന്നാന്നറിയോ? 2 ദിവസം ഉറങ്ങിയിട്ട് കേട്ടിട്ട് ഉറക്കമില്ല. എന്ത് ചെയ്യും? ആര് വിടുവിക്കും? ആര് വരെ രക്ഷിക്കും? നിങ്ങൾ പറ. ഇത് ഫേസ് ചെയ്യുമ്പോൾ ഓർക്കണം, നമുക്ക് സ്വസ്ഥതയില്ല. പക്ഷെ എൻ്റെ ഒരു പ്രാർത്ഥന, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും പെട്ടുപോകരുത്. അവരെ ചേർത്ത് പിടിക്കണം. അവർക്ക് മനസ്സിലാകണം, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ചർച്ചുണ്ട്, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ദൈവദാസനുണ്ട്, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ദൈവദാസന്മാരുണ്ട്. അവർ തനിച്ചല്ലെന്നറിയണം, അവരൊറ്റക്കല്ലെന്നറിയണം, അവരുടെ കൂടെ ദൈവമുണ്ടെന്ന് തിരിച്ചറിയണം. താങ്ക് യു ലോർഡ്. നന്ദി. അതുകൊണ്ട് ആ ദൈവകൃപയിലേക്ക് കടന്നു വരാൻ സ്വർഗം നമ്മുടെ മേൽ കൃപ ചെയ്യട്ടെ. ദൈവമക്കളെ, ഞാൻ ഓടിച്ച വാക്യത്തിൽ വരാൻ കേട്ടോ. ശലോമോൻ ഒരിക്കൽ പ്രാർത്ഥിച്ചു. 2 ദിനവൃത്താന്ത പുസ്തകം 6-ാമത്തെ അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം. വേഗം വായിച്ചോ മോനെ, വേഗം വായിച്ചോ. ആകയാൽ യഹോവയായ ദൈവമേ, നീയും നിന്റെ ബലത്തിന്റെ പെട്ടകവും. ദൈവമക്കളെ, 2-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ദാമേൻ അപ്പൻ ദാവീദ് കൂടാരമടിച്ച് ആ കൂടാരത്തിൽ കൊണ്ടുവന്ന് പെട്ടകം വെച്ചപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങെഴുന്നള്ളി ഇറങ്ങണമേ, അങ്ങെഴുന്നേൽക്കണമേ. ദാവീദിന്റെ മകൻ ശലോമോൻ ഉലകത്തിലാരും പണിയാത്തതുപോലെ ഒരു ആലയം പണിതു. ആ ആലയത്തിൽ ശലോമോൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ആകയാൽ യഹോവയായ ദൈവമേ, നീയും നിന്റെ ബലത്തിന്റെ പെട്ടകമായി എഴുന്നേറ്റ് നിന്റെ വിശ്രാമത്തിലേക്ക് വരണമേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശലോമോനും പ്രാർത്ഥിച്ചു, ദൈവം എഴുന്നേൽക്കണമേ. ഇനി അതിന്റെ 7-1 വായിച്ചു മോനെ. 7-1. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് തീയിറങ്ങി. ആകാശത്തുനിന്ന് എന്തിറങ്ങി? ദൈവം എഴുന്നേൽക്കണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് ലൈവായിട്ട് തീയിറങ്ങി. ഞാൻ ഇന്ന് നിങ്ങളോട് പ്രവചിച്ചു പറയുന്നു, ആ ദൈവം മരിച്ചിട്ടില്ല, ആ ദൈവം ചത്ത ദൈവമല്ല, ആ ദൈവം ഭൂമിയുടെ അടിയിൽ പോയി കുഴിച്ചിടപ്പെട്ട ദൈവമല്ല. മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പാതാളത്തെ ജയിച്ച് മരണത്തിന്റെ ശക്തികളെ പൊട്ടിച്ച്, ഹേ മരണമേ നിന്റെ ജയമെവിടെ, പാതാളമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് പറഞ്ഞ് മരണത്തെ ജയിച്ച, മരണത്തിന്റെ മേൽ അധികാരമുള്ള നസ്രത്തുകാരനായ യേശുവിന്റെ മഹത്വം ഇന്ന് പകൽ ഇതിനകത്ത് എഴുന്നേൽക്കുമ്പോൾ ഇതിനകത്ത് ലൈവായി തീ ഇറങ്ങി വരട്ടെ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഞങ്ങളത് കാണുന്നു, ഞങ്ങളത് വിശ്വസിക്കുന്നു. തമ്പുരാൻ അത് ചെയ്യും. ആമേൻ. പ്രാർത്ഥിച്ചു, എഴുന്നള്ളി തീയിറങ്ങി. ഞാൻ ഈ ദൈവത്തിന് കഴിഞ്ഞ ആഴ്ച ഒരു പേരിട്ടു. പറ, പ്രവർത്തന നിരതനായ ഒരു ദൈവം. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവം, എനിക്ക് വേണ്ടി മയങ്ങാത്തൊരു ദൈവം. ഒരു സ്വതന്ത്രം പറഞ്ഞ ദൈവമക്കളെ, എനിക്ക് വേണ്ടി ഉണർന്നിരിക്കുന്നൊരു ദൈവം. എത്ര പേര് പറയും? ഒരു 3-4-5 പേരോട് പറ, പ്രവചനം പോലെ പറ, എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു, എനിക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുന്ന ദൈവം, എനിക്ക് വേണ്ടി ഉറങ്ങാത്തൊരു ദൈവം, എനിക്ക് വേണ്ടി മയങ്ങാത്തൊരു ദൈവം,
ഈ പകലിലും എനിക്ക് വേണ്ടി അവൻ എഴുന്നള്ളിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ചിലരോട് പ്രവചനാത്മാവി പറയുന്നു, നിനക്ക് വേണ്ടി ഉറങ്ങാത്ത ദൈവമാണെന്ന്. വരും ദിവസങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി തെളിയിക്കും. ചില നിയമങ്ങളെ ദൈവം മാറ്റിമറിക്കും. ചില അധികാര നിയമങ്ങളെ ദൈവം ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം മാറ്റിവിരിക്കും. ആത്മാവെന്നോട് പറയുന്നു, ചില കോടതി വിധികൾ ദൈവം മാറ്റിവിധിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലതിനു വേണ്ടി നിയമങ്ങളെ മാറ്റിമറിക്കാൻ ദൈവം എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ഒരാമേനെന്ന് ഉറക്കെ പറഞ്ഞേ. ഞാൻ ആരോടോ പ്രവചിച്ചു പറയുന്നു, ഒരു വാച്ചർക്ക് വേണ്ടി എന്താ അങ്ങനെ പറഞ്ഞേ? ഒരു സെക്യൂരിറ്റി ഗാർഡിന് വേണ്ടി ഒരൊറ്റ രാത്രിയിൽ എന്റെ ദൈവം എഴുന്നേറ്റു. എന്തിനു വേണ്ടി എഴുന്നേറ്റത്? ആ വാച്ചറെ തൂക്കിക്കൊല്ലാൻ 50 അടി ഉയരമുള്ള കഴുകുമര ഹാമാൻ ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവനെ തൂക്കോ. എന്നാൽ ഒരു വാച്ചർക്ക് വേണ്ടി അവൻ അന്ന് രാത്രി എന്റെ ദൈവം ഇറങ്ങി അവനെതിരെ ഉണ്ടാക്കിയ കഴുകുമരത്തെ ദൈവം തിരിച്ച് മടക്കി വിട്ടെങ്കിൽ ഈ രാത്രി പരിശുദ്ധ പറയുന്നു, നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ നിന്നെ തൂക്കാൻ നിൽക്കുന്ന, നിന്നെ ഒതുക്കാൻ നിൽക്കുന്ന ഹാമാന്റെ കഴുകുമരത്തെ ദൈവം തിരിച്ചു പിടിക്കും. സഹോദര ദൈവദാസനെ, ചെവി തുറന്ന് കേട്ടോ. ഇതിന് അരുളപ്പാടാണ്. വാതിക്കലിരിക്കുന്ന വാച്ചറാണ് ആര്? മൊർദെഖായി. അവനെ തൂക്കാൻ 50 അടി ഉയരമുള്ള, 50 അടി മുഴം ഉയരമുള്ള കഴുകുമരം. നിങ്ങൾക്ക് കേൾക്കണോ? ആകെ 10 മുഴം ഉയരമുള്ള കഴുകുമരം മതി ഒരുവനെ തൂക്കാൻ. പക്ഷേ ഹാമാൻ പറഞ്ഞു, ശൂശൻ പട്ടണം മുഴുവൻ കാണണം എന്നെ കുമ്പിടാത്ത ഇവനെ തൂക്കുന്നത്. പോടാ പിശാചേ, നിന്നെയല്ല ഞങ്ങൾ കുമ്പിടുന്നത്. ഞങ്ങൾ കുമ്പിടുന്നത് സത്യദൈവത്തെയാ, ജീവനുള്ള ദൈവത്തെയാ. ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ കുമ്പിടുന്ന മൊർദെഖായിയെ തൂക്കാൻ നിനക്ക് കഴിയത്തില്ല. ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ജീവനുള്ള ദൈവത്തെ അവൻ സേവിക്കുന്ന, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന നിന്നെ തൂക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹാമാന്റെ ശക്തികൾ ഈ പകൽ നിർമൂലമാവട്ടെ. താങ്ക് യു ജീസസ്. ഈ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ, നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. ദൈവം എഴുന്നേറ്റില്ലേ? ശൂശൻ രാജധാനിയിൽ എഴുന്നേറ്റില്ലേ? ശൂശൻ രാജധാനിയിൽ എഴുന്നേറ്റില്ലേ? ഒന്നുകൂടി പറയും, നിനക്ക് വേണ്ടി ദൈവം എഴുന്നേക്കും. അധികാര കസേരയിൽ ദൈവം ചലിപ്പിക്കും. അടിയട്ട പിശാചിന്റെ തന്ത്രങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഇതിനോടകം അടിയട്ടെ. ദൈവം എഴുന്നേൽക്കുമോ? ദൈവം എഴുന്നേൽക്കുമോ? എഴുന്നേൽക്കുമോ? ഒറീസയിൽ ആമൻ ഒരു അഭിഷിക്തനെ, ഗ്രഹാം സ്റ്റെയിൻസിനെയും ഫിലിപ്പിനെയും തിമോത്തിയെയും ആമൻ നാട് വിട്ട്, വീട് വിട്ട്, കൂട്ടക്കാരെ വിട്ട്, സുഖ സൗകര്യങ്ങൾ വിട്ട്, കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ ഒറീസയുടെ മണ്ണിൽ കാല് ചവിട്ടി മഞ്ഞത്ത് കിടന്നുറങ്ങി ആ വാഹനത്തിൽ അന്തി ഉറങ്ങിയ ഗ്രഹാം സ്റ്റെയിൻസിനെയും ഫിലിപ്പിനെയും തിമോത്തിയെയും തീയിട്ട് കത്തിച്ചില്ലേ? അവര് കത്തിച്ചില്ലേ? അവിടെ സംഭവം നിങ്ങൾ കേൾക്കണം. ആമൻ ജീപ്പ് നിന്ന് കത്തുകയാ. കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആമൻ ഗ്രഹാം സ്റ്റെയിൻസ് എന്ത് ചെയ്യുന്നറിയാമോ? ഫിലിപ്പിനെയും തിമോത്തിയെയും 2 കൈയിൽ അപ്പൻ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ജീപ്പിനകത്തൊന്ന് പുറത്തോട്ട് വരുമ്പോ കുന്തം കൊണ്ട് കുത്തി അകത്തോട്ടിട്ട് കത്തിച്ചു. സ്വത്രം. കുത്തിയവനും വിചാരിച്ചു, കുത്തിച്ചവനും വിചാരിച്ചു ഇവന്മാരുടെ ദൈവം ചത്ത ദൈവമാണെന്ന്.
ദിവസങ്ങൾ കഴിഞ്ഞപ്പോ സൂപ്പർ ചുഴലിക്കാറ്റായി വന്നില്ലേ, ദേശത്തെ തൂത്തുവാരിയില്ലേ, ഒറീസയുടെ മണ്ണിനെ ദൈവം ആടിച്ച് തകർത്തില്ലേ. ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ചത്ത ദൈവം അല്ല എന്റെ ദൈവം, ജീവനുള്ള ദൈവം. ആ ദൈവം എഴുന്നേറ്റാൽ, ആ ദൈവം എഴുന്നേറ്റാൽ, ആ ദൈവം എഴുന്നേറ്റാൽ, ആ ദൈവം എഴുന്നേറ്റാൽ, ആ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ, നിന്റെ ദേശത്തെ എഴുന്നേറ്റാൽ, നിന്റെ സഭയ്ക്ക് വേണ്ടി എഴുന്നേറ്റാൽ, ചരിത്രം മാറും. എനിക്കറിയില്ല, ഇതൊന്നും എന്റെ പ്രസംഗ വിഷയമല്ല. പക്ഷെ ആരോ പരിശുദ്ധാത്മ പറയാണ്, ഹെയ്ത്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സംഭവിച്ചൊരു കാര്യം കേൾക്കണോ? ഹെയ്ത്തി എന്ന് പറയുന്നിടത്ത് ദൈവമക്കളെ വിശ്വാസത്തിൽ വന്ന് അവൻ ജീവിക്കുന്ന ക്രിസ്ത്യാനികളെയല്ല ഹെയ്ത്തിയിലുള്ള നാട്ടുകാർ ഓടിച്ചിട്ട് കുന്തം കൊണ്ട് കുത്തി അവിടെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഏകദേശം 70 അടി ഉയരമുള്ള മലകളുണ്ട്. ആ മലയിലേക്ക് ഹെയ്ത്തിയിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ ആടിച്ച് മല കയറ്റിയിട്ട് പറഞ്ഞു, നീയൊക്കെ യേശുവിനെ സേവിക്കുന്നവരല്ലേ, നീയൊന്നും ഇവിടെ പാർക്കണ്ടടാ, നിന്റെയൊക്കെ യേശു മലമേലല്ല പ്രസംഗിച്ചത്, കേരള എന്ന് പറഞ്ഞു. ഹെയ്ത്തിക്കാരെല്ലാം കൂടി ഇവന്മാരി അടിച്ച് 70 അടി ഉയരമുള്ള അവൻ മലയിലേക്ക് കയറ്റി. ഒരൊറ്റ ക്രിസ്ത്യാനിയെ പോലും താഴ്വര നിർത്തിയില്ല. ഇവന്മാരെല്ലാം കൂടി മലയിൽ രാത്രി നിന്ന് പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോ കേൾക്കണോ, താഴ്വരയിൽ ഭൂമി പിളർന്നു, ഭൂകമ്പമുണ്ടായി, എല്ലാം മണ്ണിനടിപ്പെട്ടു. മല കയറിയവരുണ്ടല്ലോ സുരക്ഷിതമായി ഇറങ്ങി. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ആ ദൈവം എഴുന്നേൽക്കാൻ പോകുക, ആ ദൈവം എഴുന്നേൽക്കാൻ പോകുക, ആ ദൈവം എഴുന്നേൽക്കാൻ പോകുക, നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുക. ഓ റിബാന സന്തേരകേലെ, ഓ റികന റബന റബസേകേലെ. ഓ മരണത്തിനപ്പുറം എഴുന്നേറ്റെങ്കിൽ, കല്ലറകളെ പൊട്ടിച്ചെഴുന്നേറ്റെങ്കിൽ, ജീവനുള്ളവനായി എഴുന്നേറ്റെങ്കിൽ എന്റെ ദൈവം ഇന്ന് പകലിലും എഴുന്നേക്കും. ഞാന് എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത് ഞാൻ നിങ്ങളോട് പറയാ. ഇത് ലൈവ് പോകുന്നുണ്ട്, അതുകൊണ്ട് മണ്ടത്തരം പറയാനൊക്കത്തില്ല. ആമൻ നാളുകൾക്ക് മുമ്പ് റാന്നിയിൽ ഞാനൊരു ശുശ്രൂഷയ്ക്ക് പോയി. ഞാൻ തനിച്ചല്ല, ഞാനും എൻ്റെ ദൈവദാസൻ ജോഷി പാർശ്വമുണ്ട്. ഞങ്ങൾ റാന്നിയിലേക്ക് പോകുമ്പോൾ ഏനാത്തൊരു പാലമുണ്ട്, ഏനാത്ത് എന്ന് പറയുന്നൊരു പാലമുണ്ട്. ആ കൊട്ടാരക്കരക്ക് പോകുമ്പോൾ ആ പാലത്തെ വെച്ച് 2 സുവിശേഷകന്മാരെ പിടിച്ചു, കയ്യോടെ പിടിച്ചു പാലത്തിന്റെ നടുക്ക് വെച്ച്. നീയൊക്കെ സുവിശേഷം പറയൂല്ലടാ, നീയൊക്കെ യേശുവിനെ പ്രസംഗിക്കുമല്ലടാ, ബൈബിള് വലിച്ചു കീറി ആ പാലത്തിന്റെ ഒരു സെന്ററിൽ വെച്ച്, എന്നിട്ട് കൊണ്ടുവന്ന ട്രാക്ടറെല്ലാം ചവിട്ടിക്കൂട്ടി. ഈ ദൈവദാസന്മാർ അതിനകത്തിട്ട് വലിച്ചിട്ട് ചവിട്ടി. ഒന്നും സംഭവിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ പത്രവാർത്ത, ഏനാത്ത് പാലത്തിൻ്റെ ഇത്രാമത്തെ ഫില്ലർ താഴോട്ട് പോയെന്ന്. ഞങ്ങൾ റാന്നിയിലോട്ട് പോയപ്പോൾ റാന്നിയിലേക്ക് വണ്ടിയില്ല. എന്നാ പറ്റി, പാലം കിഴപ്പോട്ട് പോയെന്ന്. പാലം കിഴപ്പോട്ട് പോയെന്ന്. ഏതാ പോയെന്നറിയണ്ടേ? എവിടെയാണോ ഇട്ട് കത്തിച്ചത് ആ ഫില്ലർ താഴോട്ട് പോയി. ഇത് ചുമ്മാ പറയല്ല, ഇത് നാമൻ വളരെ കൃത്യമായ കാര്യമാ. യുദ്ധാടിസ്ഥാനത്തിൽ പട്ടാളക്കാർ വന്ന് താൽക്കാലിക പാലം പണിയുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. ദൈവ പൈതലേ, ഒരു ദൈവത്തെ സേവിക്കാനല്ല നിങ്ങൾ ഇറങ്ങി തിരിച്ചത്. പോരാ പോരാ, ആമക്കാരം അടിച്ചോ, നൃത്തം ചെയ്തോ, ദൈവജനം സ്തുതിക്ക. ഓ റിബന റബസേകേലെ രബേനി, ഓ റിബന റബസേകേലെ രബന റബനറ റികം തലറബ സംതലറബന. ആത്മാവി പ്രവചിച്ചു പറ, എൻ്റെ ദൈവം ഇന്ന് പകൽ എഴുന്നേൽക്കാൻ പോകുക, എൻ്റെ ദൈവം ഇന്ന് പകൽ എഴുന്നേൽക്കാൻ പോകുക. ദൈവത്തെ സേവിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തെ ആരാധിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ ദൈവം എഴുന്നേൽക്കും. എൻ്റെ വാക്കുകൾ ഞാൻ വേഗത്തിൽ ചുരുക്കാൻ പോകുക. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഈ ആലയത്തിന് ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ ഒരസാധാരണ ദൈവമഹത്വം ഇറങ്ങി നിൽപ്പുണ്ട്. നിങ്ങളെ കൈയടിപ്പിക്കാൻ പ്രസംഗിക്കുകയല്ല, അങ്ങനെ പ്രസംഗിക്കാൻ എനിക്ക് പറ്റില്ല. ഒരു മഹത്വം ചലിക്കുന്നുണ്ട്. കർത്താവായ യേശുവപ്പച്ച, അങ്ങേക്ക് നന്ദി. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ഞങ്ങൾ കീഴ്പ്പെടുന്നു. ദൈവം അത് ചെയ്യും. യഹോവേ, എഴുന്നേൽക്കണമേ. നിന്റെ ബലത്തിന്റെ പെട്ടകമായി
നിന്റെ വിശ്രാമത്തിലേക്ക് മടങ്ങി വരണമേ. ഞാൻ ഇങ്ങനെ പേരിട്ടു, ഈ ദൈവം ആരാണ്? പ്രവർത്തന നിരതനായൊരു ദൈവം. ഇനി ആ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു 5-6 കാര്യങ്ങൾ ഓടിച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു പോവാം. വേഗത്തിൽ എടുക്കാം. വേഗം വന്നേ മോനെ. അതിന്റെ 68 ഒന്ന് വായിച്ചേ. ദൈവം എഴുന്നേൽക്കുന്നു. അപ്പൊ 1 ദൈവം എഴുന്നേൽക്കുന്നു. 6-ാം വാക്യം എന്തിനു വേണ്ടി? ദൈവം ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. ഒരു കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവം എഴുന്നേൽക്കും. ഓ, അങ്ങനെ എഴുതിക്കോ. നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് എഴുതിക്കോ. നമ്പർ 1 68-1 ദൈവം എഴുന്നേൽക്കുന്നു. എന്തിനെഴുന്നേൽക്കുന്നു? 6-ാം വാക്യം ദൈവം ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. ചിലതിനെ വസിക്കുമാറാക്കാൻ ദൈവം എഴുന്നേൽക്കും. ചിലതിനെ ഒരുമിച്ച് പാർക്കാൻ ദൈവം എഴുന്നേൽപ്പിക്കും. ചിലതിനെ ഒരുമിച്ച് തകർത്തിട്ട കുടുംബജീവിതത്തെ ഒരുമിച്ച് ചേർത്ത് പണിയാൻ ദൈവം എഴുന്നേൽക്കും. അവൻ ആത്മാവിലെ ഞാൻ പ്രവചിച്ചു പറയുന്നേ, ഇന്നലെ വരെ തകർന്നു പോയ ചില കുടുംബ ബന്ധങ്ങൾ, ഇന്നലെ വരെ അവൻ ഊരാക്കുടുക്ക് പോലെ വീണ് കിടന്ന ചില കുടുംബ ബന്ധങ്ങൾ ഇന്ന് പകൽ എന്റെ ദൈവം എഴുന്നേൽക്കുന്നു. ചില കുടുംബ ബന്ധങ്ങളെ ദൈവം പണിയാൻ എഴുന്നേൽക്കുന്നു. ചില കുടുംബ ബന്ധങ്ങളെ ദൈവം ഒരുക്കാൻ എഴുന്നേൽക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ഈ ദൈവം എഴുന്നേറ്റാൽ കുടുംബ ബന്ധം ശരിയാകുമോ? ശരിയാകുമോ? ശരിയാകും, ശരിയാകും, ശരിയാകും. അവൻ ഒരു കൺവെൻഷൻ നടക്കുക. വിവാഹമോചനം കഴിഞ്ഞിട്ട് 4.5 വർഷം കഴിഞ്ഞു. ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഭാര്യ അറിയാതെ ഭർത്താവും വന്നു, ഭർത്താവ് അറിയാതെ ഭാര്യയും വന്നു കൺവെൻഷൻ കൂടാൻ. അന്ന് പ്രസംഗിച്ച ദൈവദാസൻ പ്രസംഗിച്ച വാക്യം, ദൈവം കുടുംബങ്ങളെ എന്ത് ചെയ്യുന്നു? ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. ഈ ദൂത് പ്രസംഗിച്ച് പുള്ളിയൊക്കെ ശക്തമായി പ്രസംഗിച്ചു. പ്രസംഗിച്ച കൂട്ടത്തിൽ പുള്ളി പറഞ്ഞു, കുടുംബബന്ധം തകർന്ന് ആമേൻ ഡൈവേഴ്സ് കഴിഞ്ഞ് മാറി നിൽക്കുന്നവർ കണ്ടേക്കാം, പക്ഷെ ദൈവം എഴുന്നേറ്റ നിന്നും പണിയെന്ന് പറഞ്ഞു. പ്രസംഗാനന്തരം ഈ പുള്ളി ഓടി ഫ്രണ്ടി വന്നു. ഭാര്യ ഉണ്ടെന്നറിയില്ല. ഓടി വന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ വേറൊരു പെണ്ണ് ഓടി വന്നിരിക്കുന്നു. പ്രസംഗൻ ചോദിച്ചു, ബന്ധു പേരെന്താ? ഇന്നത്. സിസ്റ്റർ പേരെന്താ? എവിടുന്നാ വരുന്നത്? ഇന്നെടുത്തുന്ന. പുള്ളി ചോദിച്ചു, എവിടുന്നാ വരുന്നത്? ഇന്നെടുത്ത. ഉടനെ പാസ്റ്റർ അവിടെ നിന്ന് പറഞ്ഞു, ഭാര്യയും ഭർത്താവ്. ചോദിച്ചു, എത്ര വർഷമായി? 4.5 വർഷമായി. ഇങ്ങോട്ട് കയറാൻ പറഞ്ഞു. ഇന്നു മംഗല്യം ശോഭിക്കുക, കരുണ ചെയ്യുക, ഇന്നും കനിവുള്ള ദൈവമേ. ഈ പാട്ടുപാടി കൈ പിടിപ്പിച്ച് കല്യാണം നടത്തി. സ്വാതന്ത്ര്യം പറഞ്ഞില്ലല്ലേ? ദൈവം എഴുന്നേറ്റാൽ തകർന്ന കുടുംബ ബന്ധത്തെ പണിയും. ഓ, സ്വതന്ത്രം 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 സ്വതന്ത്രം. തലമുറകളെ ദൈവം പണിയും, കുടുംബങ്ങളെ ദൈവം പണിയും. ഇന്നലെ വരെ ഭർത്താവിലും ഭാര്യയിലും കണ്ടുപിടിച്ച് പൊക്കിപ്പിടിച്ച ചില കുറ്റങ്ങൾ, ആരോപണങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിലൂടെയും എന്തുകൊണ്ട് എന്റെ ദൈവം എഴുന്നേറ്റു. സ്വതന്ത്രം. 2 6-ാമത്തെ വാക്യം, 7-ാമത്തെ വാക്യം. ദൈവമേ, നീ നിന്റെ ജനത്തിനു മുമ്പായി പുറപ്പെട്ട്. ദൈവം എഴുന്നേറ്റാൽ ഉറക്കാമേ പറ, നിങ്ങളുടെ മുമ്പിൽ അവൻ നടക്കും. ഓ ഓ ഓ ഓ ദൈവം എഴുന്നേറ്റാൽ നിങ്ങളുടെ മുമ്പിൽ നടക്കും. നിങ്ങളുടെ മുമ്പിൽ നടക്കും. ദൈവം നടന്നാൽ താമരവാതിലുകളെ തകർക്കും. ഇരുമ്പോടാമലകളെ അവൻ കണ്ണിച്ചു കളയോ. എൻ്റെ ദൈവം എൻ്റെ മുമ്പിൽ നടന്നാൽ, എൻ്റെ ദൈവം എൻ്റെ മുമ്പിൽ നടന്നാൽ, ദൈവത്തിന് വചനം പറയുന്നു, ഇരുമ്പോടാമ്പലുകളെ അവൻ കണ്ണിച്ചു കളയോ, താമരവാതിലുകളെ അവൻ തകർച്ചു കളയോ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ അവർക്ക് മുമ്പേ തീയായി പുറപ്പെടും. ദൈവം തീയായി പുറപ്പെടും. ദൈവം തീയായി പുറപ്പെടും. ദൈവം എഴുന്നേറ്റാൽ നിങ്ങൾക്ക് മുമ്പേ അവൻ നടക്കും.